തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേക്കാമെന്ന സാധ്യത കണ്ടപ്പോൾ തന്നെ കോൺഗ്രസിലെ തമ്മിലടി രൂക്ഷമായി. ജനം അധികാരം കൊടുക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി പട്ടത്തിനുള്ള യുദ്ധം ആരംഭിച്ചു. വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ എന്നതാണ് ചോദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. തനിക്ക് മുഖ്യമന്ത്രിയാകാനായില്ലെങ്കിൽ അധികാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ താഴുമെന്ന പ്രതീക്ഷ LDFിനുണ്ട്. അതായത് ആദ്യമൊക്കെ കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിച്ച മോദിയും BJPയും താമസിയാതെ കോൺഗ്രസ് ഉള്ളതാണ് തങ്ങൾക്ക് ഗുണപ്രദമെന്ന് തിരിച്ചറിഞ്ഞതുപോലെ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് V.D. സതീശനും ഒന്നിച്ചൊരു പത്രസമ്മേളനം നടത്താൻ പോലും സാധിക്കുന്നില്ല. രമേശ് ചെന്നിത്തലയും പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ടെങ്കിലും നേതാക്കളുടെ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു. രാഷ്ട്രീയകാര്യ സമിതി മാറ്റിവെച്ച് പ്രശ്നം പരിഹരിക്കാനെത്തിയ AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ജീവനും കൊണ്ട് ഓടിപ്പോയെങ്കിലും വീണ്ടും എത്തിയിട്ടുണ്ട്. നേതാക്കളിലെ അനൈക്യം തൽക്കാലം വെടിനിർത്തലിൽ എത്തിക്കാനായെങ്കിലും അണികളിലേക്ക് പടർന്നിരിക്കുന്ന ശീതസമരം വോട്ടിൽ പ്രതിഫലിച്ചാൽ CPMനും BJPക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടാകും. അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും സാമ്പത്തിക പ്രതിസന്ധിയിലും രോഷാകുലരായിരിക്കുന്ന ജനത്തെ തണുപ്പിക്കുന്നത് LDFന് അത്ര എളുപ്പമല്ല. പക്ഷേ ഭരണവിരുദ്ധ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിച്ചാൽ പിണറായിയുടെ മൂന്നാം സർക്കാർ അസാധ്യമല്ലെന്ന് അവർ ഗണിക്കുന്നുണ്ട്. 3 തവണ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനം തങ്ങൾക്ക് ലഭിക്കുമെന്ന് BJPക്കും അറിയാം. കോൺഗ്രസിന്റെ അണികൾക്കും അനുഭാവികൾക്കും മനസ്സിലായത് പക്ഷെ നേതാക്കളുടെ തലയിൽ കയറിയിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ അനുവദിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത പൊതുവെ പ്രതിപക്ഷ നേതാവിനാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് V.D. സതീശനാണോ അതോ മുൻപ് ആ സ്ഥാനത്തുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി ആകേണ്ടത് എന്നതാണ് തർക്കം. രണ്ടുപേരും പൊതുവിഷയങ്ങൾ ഏറ്റെടുത്ത് കൂടുതൽ സജീവമാകാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം കോൺഗ്രസ് വിജയിക്കാൻ സാധ്യതയുള്ള 63 മണ്ഡലങ്ങളെക്കുറിച്ചും സ്ഥാനാർത്ഥി സാധ്യതയെക്കുറിച്ചും V.D. സതീശൻ ജനുവരി 9 രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വ്യക്തമാക്കി. എന്നാൽ ആരോട് ചോദിച്ചിട്ടാണ് സർവേ നടത്തിയത് എന്ന ചോദ്യവുമായി AP അനിൽകുമാർ രംഗത്തെത്തിയതോടെ അതും തർക്കമായി. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസ് സാധാരണക്കാരുടെ അഭയകേന്ദ്രമാകുന്നില്ലെന്ന് ശൂരനാട് രാജശേഖരനും വിമർശനം ഉന്നയിച്ചു. ഇതെല്ലാം ശരിയാണെങ്കിൽ കലാപത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. അത് പ്രാദേശിക തലത്തിലും ചേരിതിരിവിന് കാരണമായിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കാനിടയുള്ള മണ്ഡലങ്ങളിൽ ഈ പ്രാദേശിക യുദ്ധം വിധി നിർണായകമാകും. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും അധികാരം നഷ്ടപ്പെടുത്തിയ പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. ജനാധിപത്യത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നവർ തെരഞ്ഞെടുക്കപ്പെടണം, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ്. ബൂത്ത് പിടുത്തം, അക്രമം, അഴിമതി, കൂറുമാറ്റം എന്നിങ്ങനെ ജനഹിതത്തെ മാറ്റിമറിക്കുന്ന നീക്കങ്ങളെല്ലാം അട്ടിമറിയാണ്. ഇതുകൂടാതെ വിമത പ്രവർത്തനങ്ങളിലൂടെ വോട്ട് ഛിന്നഭിന്നമാക്കിയാലും സമ്മതിദായകർ ആഗ്രഹിക്കുന്നവർ അധികാരത്തിലെത്തില്ല. അത്തരമൊരു അട്ടിമറി സാധ്യതയ്ക്കാണ് കോൺഗ്രസ് വഴിയൊരുക്കുന്നത്. അധികാരം കിട്ടിയാലും ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസിന് തീരുമാനിക്കാം. പക്ഷെ ആർക്ക് അധികാരം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ജനമാണ്, മറക്കരുത്.